പന്നിപ്പടക്കം പൊട്ടി കുട്ടിയാനയ്ക്ക് പരിക്കേറ്റ സംഭവത്തിൽ ആറളം ഫാമിൽ പരിശോധന. വനംവകുപ്പും ബോംബ് സ്ക്വാഡുമാണ് പരിശോധന നടത്തുന്നത്. ഫാമിനകത്ത് ആനകളെ ലക്ഷ്യമിട്ട് കൂടുതൽ പന്നിപ്പടക്കം വച്ചിട്ടുണ്ടോ എന്നറിയാനാണ് പരിശോധന. വന്യജീവി ആക്രമണത്തിൽ ഉന്നതതല യോഗം ആരംഭിച്ചു. മൊകേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന യോഗത്തിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി കെ ശശീന്ദ്രൻ പങ്കെടുക്കുന്നു. മിഥുൻ പിള്ള ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഈ കുട്ടിയാനയ്ക്ക് പരിക്കേറ്റത് എങ്ങനെ എന്നുള്ളതിൽ ഇപ്പോൾ നിലവിൽ പരിശോധന നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വന്യജീവി ആക്രമണത്തിൽ ഉന്നതതല യോഗവും ആരംഭിച്ചിട്ടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ഈ കരിക്കോട്ടക്കരയിൽ ഇന്നലെ കണ്ട കാട്ടാനയ്ക്ക് വായിൽ വലിയ മുറിവേറ്റിട്ടുണ്ടായിരുന്നു. ഇത് പന്നിപ്പടക്കം പൊട്ടിയാണെന്നൊരു പ്രാഥമിക വിലയിരുത്തലാണ് വനംവകുപ്പിനെ സംബന്ധിച്ചുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് ആറളം മേഖലയിൽ ഉൾപ്പെടെ, ആറളം ഫാമിനുള്ളിൽ ഉൾപ്പെടെ ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന നടത്തി വരുന്നത്. കാരണം ഈ ആനകളെ ലക്ഷ്യമിട്ടുകൊണ്ട് കൂടുതൽ പന്നിപ്പടക്കങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് വനം വകുപ്പിന്റെയും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡിന്റെയും സംയുക്തമായി ഈ ഒരു പരിശോധന ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ ആറളം ഫാമിൽ ഇത്തരത്തിൽ പന്നിപ്പടക്കം ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഈ കരിക്കോട്ടക്കരയിൽ ഇറങ്ങിയ ആനയ്ക്ക് വായിലേറ്റ മുറിവ് അത് പന്നിപ്പടക്കം മൂലം ഉണ്ടായതാണ് എന്ന് വനംവകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഈ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ആറളം ഫാമിൽ ഇത്തരം ഒരു പരിശോധന നടത്താൻ അവർ തീരുമാനിച്ചത്. ഈ ഇന്നലെ കരിക്കോട്ടക്കരയിൽ കണ്ട ആനയുടെ വായിൽ മാത്രമല്ല, ആനയുടെ അന്നനാളത്തിലടക്കം വലിയ രീതിയിലുള്ള ക്ഷതമേറ്റിരുന്നു. അത് ഈ പന്നിപ്പടക്കം പൊട്ടിയതിന്റെ ആഘാതത്തിൽ ഉണ്ടായതാണ്. അതിന് ഭക്ഷണം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഏതാനും മണിക്കൂറുകൾക്ക് ഒടുവിൽ പിടികൂടി ഇതിനെ ചികിത്സിക്കാൻ കൊണ്ടുപോയെങ്കിലും രാത്രി 9 മണിയോടുകൂടി ഈ കാട്ടാന ചരിയുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്വേഷണം കൂടുതൽ വ്യാപകമാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കാട്ടാനയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനായി ഒരു പ്രത്യേക സംഘത്തെ കൊട്ടിയൂർ റേഞ്ചിൽ നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ DFO നേതൃത്വം വഹിക്കുന്ന 11 അംഗ സംഘമാണ് ഈ അന്വേഷണം നടത്തുക. ഈ അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ മൊകേരി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലാണ്. ഇവിടെ ഈ വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൊകേരിക്ക് തൊട്ടടുത്താണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി കുത്തി ഒരു കർഷകൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണ് പ്രധാന ലക്ഷ്യം. മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 കണ്ണൂർ കളക്ടറേറ്റിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ വനം മന്ത്രിയും അടക്കം പങ്കെടുത്തുകൊണ്ട് വിവിധ വകുപ്പുകളുടെ മേധാവികൾ പങ്കെടുത്തുകൊണ്ട് ഒരു ഉന്നതതല യോഗം കണ്ണൂർ കളക്ടറേറ്റിലും വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവിടെയും ഈ എങ്ങനെയാണ് ഈ ആറളത്തെയും കരിക്കോട്ടക്കരയിലെയും കാട്ടാന ശല്യം അടക്കം അവിടെയും ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കാട്ടാന ശല്യത്തെ അടക്കം പ്രതിരോധിക്കാനുള്ള ഒരു സ്ഥിരം മാർഗം അല്ലെങ്കിൽ ഒരു താൽക്കാലിക പരിഹാരമല്ല വേണ്ട, അതിന് സ്ഥിരം ഒരു പരിഹാരം വേണമെന്നൊരു ആവശ്യം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രോഹിണി, ശരി. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.